ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് തീവ്രവാദികൾ കൂടുതലും തെരഞ്ഞെടുക്കുന്നത് വിശുദ്ധ വാരമാണെന്ന് സമീപകാല ചരിത്രം വ്യക്തമാക്കുന്നു. ശുശ്രൂഷകൾക്കായി ക്രൈസ്തവർ കൂടുതലായി പള്ളികളിൽ എത്തുന്നത് കണക്കിലെടുത്താണ് അക്രമികൾ ഈ ദിവസങ്ങൾ തെരഞ്ഞെടുക്കുന്നത്. യേശുവിന്റെ പീഡാസഹനങ്ങളെ അനുസ്മരിച്ച് ക്രൈസ്തവർ പാപപരിഹാരങ്ങൾ ചെയ്യുന്ന വിശുദ്ധ വാരത്തിലെ രക്തസാക്ഷ്യം വിശ്വാസ സാക്ഷ്യമാവുകയാണ്. ശ്രീലങ്കയിൽ 3 ദേവാലയങ്ങളിൽ ബോംബാക്രമണം നടന്നത് ഈ കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിലായിരുന്നു. ഉദ്ദാന ശുശ്രൂഷകൾക്കായി പള്ളികളിൽ ഒത്തുചേർന്ന ക്രൈസ്തവരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഈജിപ്തിൽ 2017 സെന്റ് ജോർജ് ദേവാലയത്തിൽ നടന്ന IS ആക്രമണത്തിൽ 45 വിശ്വാസികൾ കൊല്ലപ്പെട്ടത് ഒരു ഓശാന ഞായറാഴ്ചയായിരുന്നു. 2015 ലാഹോറിലെ ഗുൽഷാൻ ഇഖ്ബാൽ പാർക്കിൽ ഈസ്റ്റർ ദിനത്തിലായിരുന്നു താലിബാൻ ചാവേർ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 75 പേരുടെ ജീവനാണ് നഷ്ടമായത്. 2015 കെനിയയിൽ ഗാരിസ സർവകലാശാലയിൽ ആക്രമണം നടന്നതാകട്ടെ പെസഹ ദിനത്തിലായിരുന്നു. അന്ന് 150 ക്രൈസ്തവ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു. 2012 നൈജീരിയയിൽ കുഡാനയിൽ ബോക്കോ ഹറാം തീവ്രവാദികൾ നടത്തിയ സ്ഫോടനത്തിൽ 41 ക്രൈസ്തവ വിശ്വാസികൾ കൊല്ലപ്പെട്ടതും മറ്റൊരു ഈസ്റ്റർ ദിനത്തിലായിരുന്നു. വലിയ ആഴ്ചയിലെ ദിവസങ്ങൾ തീവ്രവാദികൾ തിരഞ്ഞെടുക്കുന്നത് ആകസ്മികമല്ലെന്ന് വേണം കരുതാൻ. ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ ദേവാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി സമ്മേളിക്കുന്ന ദിനങ്ങളാണെന്നറിയുന്നത് കൊണ്ട് തന്നെയാണ് ഈ ദിവസങ്ങൾ ഇവർ തിരഞ്ഞെടുക്കുന്നത്. പീഡാനുഭവങ്ങളെ അതിജീവിച്ച് ഉദ്ധാനം ചെയ്ത യേശുവിൻ്റെ പീഡകളോട് ചേർത്ത് വയ്ക്കുകയാണ് ഈ സഹനങ്ങളെ ക്രൈസ്തവ ലോകം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.